നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളവും. പലർക്കുമെതിരെയുള്ള വിവാദങ്ങളും അപവാദങ്ങളുമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. ഇപ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ചാണ്ടി ഉമ്മൻ MLA. CPM-കാർ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ചാണ്ടി ഉമ്മൻ MLA ആരോപിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കന്മാരടക്കം കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നുമൊക്കെ BJP-യിലേക്ക് പോവുകയുണ്ടായി. അത്തരത്തിലുള്ളൊരു കാരണം പറഞ്ഞാണ് ചാണ്ടി ഉമ്മന് നേരെ ഇപ്പോൾ ഇടതുപക്ഷം ആക്രമണം നടത്തുന്നത്. ചാണ്ടി ഉമ്മൻ BJP-യിൽ ചേരുകയാണെന്ന് വ്യാജ പ്രചരണം നടത്തുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രേ. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്തും അദ്ദേഹത്തെ ആക്ഷേപിക്കാനും ഉപദ്രവിക്കാനും CPM ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. അതുകൊണ്ട് തന്റെ പിതാവായ ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടിട്ട് തന്നെ ആക്രമിക്കൂ എന്ന് ചാണ്ടി ഉമ്മൻ MLA അപേക്ഷിക്കുകയാണ്. ധാരാളം ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ താൻ BJP-യിൽ ചേരുമെന്നൊക്കെയുള്ള CPIM-ന്റെ പ്രചരണം പിതാവിനോടുള്ള പകയാണെന്നും ജീവിച്ചിരുന്നപ്പോൾ അപവാദം പറഞ്ഞ് അദ്ദേഹത്തെ കൊല്ലാതെ കൊന്നിട്ടുണ്ടെന്നും മരിച്ചിട്ടും അദ്ദേഹത്തെ വെറുതെ വിടാതെ CPIM കേരളത്തോട് തന്നെ മാപ്പ് പറയണമെന്നുമൊക്കെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നത്. പിതാവിന്റെ കല്ലറയിൽ നിന്ന് ജയ് ശ്രീറാം വിളി കേൾക്കുന്നു എന്ന് CPIM പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കല്ലറയോട് പോലും ഈ കാണിക്കുന്നത് അവഹേളനമാണെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJP-യിൽ പോയപ്പോൾ CPIM ആ നേതാക്കളെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു പൊതുപരിപാടിക്കിടയിലാണ് ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഉള്ളതുപോലെ മരണശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും CPIM-ന് ഭയമാണ്. മുൻപൊരിക്കൽ പുതുപ്പള്ളി ഇലക്ഷന് ശേഷം ചാണ്ടി ഉമ്മൻ തിരുവനന്തപുരത്ത് നടത്തിയ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് CPIM കോൺഗ്രസ് പോര് അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ രൂക്ഷമായി നടന്നിരുന്നു. അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വനിതാ കൗൺസിലർ ആശാനാഥും ക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ ചാണ്ടി ഉമ്മനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് BJP-യുടെ 5000 വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ എന്ന ക്യാപ്ഷനോടെയാണ് അന്ന് ചാണ്ടി ഉമ്മന് നേരെ CPM സൈബർ ആക്രമണം നടത്തിയത്. അതുപോലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് തിരക്കഥ രചിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിയത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഉമ്മൻചാണ്ടിക്ക് ചികിത്സാ സഹായം പോലും നൽകിയില്ലെന്നും CPIM ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു.